ഇതൊരു എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ പറയാവുന്ന ഒരു വിശുദ്ധനാണ്. വെറും 14-ാമത്തെ വയസ്സിൽ അസാമാന്യ ധൈര്യത്തോടെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സന്തോഷത്തോടെ മരണം വരിച്ച കുഞ്ഞു വിശുദ്ധൻ, വിശുദ്ധ ജോസ് സാഞ്ചസ് ഡെൽ റിയോ. വിശുദ്ധ ജോസ് സാഞ്ചസ് എന്ന് കേൾക്കുമ്പോൾ ക്രിസ്തീയ കുഞ്ഞുങ്ങളുടെ ഇടയിലും യുവതി യുവാക്കളുടെ ഇടയിലും വളരെ പ്രചാരത്തിലുള്ള ഒരു വാക്യമുണ്ട്, വിവാ ക്രിസ്റ്റോറെ, അല്ലെങ്കിൽ ക്രിസ്തു രാജാവ് നീണാൽ വാഴട്ടെ. വിശുദ്ധ ജോസ് സാഞ്ചസ്, അങ്ങയുടെ ജീവിതവും വിവാ ക്രിസ്റ്റോറയുമായിട്ടുള്ളൊരു ബന്ധം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? വിവാ ക്രിസ്റ്റോറെ, ഈശോ രാജാവാണെന്ന് എല്ലാവരോടും പറയുന്നത് എനിക്ക് ഹരമായിരുന്നു. ഈശോ രാജാവ് വഴിയുള്ള രാജ്യത്തേക്ക് പോകാൻ എനിക്ക് കൊതിയായിരുന്നു. ഈശോ രാജാവും ഞാൻ ആ രാജാവിക്ക് വേണ്ടി മരിക്കാൻ റെഡിയായിട്ടൊരു സോച്ചറും. അതായിരുന്നു എന്റെ സ്വപ്നത്തിൽ എപ്പോഴും ഒരു ചിത്രം. മെക്സിക്കോയിൽ കത്തോലിക്ക സഭയുടെ നേരെ ഭരണതലത്തിൽ ഒത്തിരി പീഡനങ്ങൾ നടക്കുന്ന സമയമാണ് അത്. വൈദികനെ പിന്തുടർന്ന് വേട്ടയാടുകയും പരിശുദ്ധ കുർബാനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്ന സമയം. ഇതിനെതിരെ ക്രൈസ്തവർ നടത്തിയ യുദ്ധമായിരുന്നു ക്രിസ്തേരോ യുദ്ധം. ക്രിസ്തേരോ യുദ്ധത്തിൽ സഭയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാണ്ടിരിക്കാൻ ഈശോയുടെ പടയാളി എന്ന നിലയിൽ എനിക്ക് പറ്റില്ലായിരുന്നു. പ്രായം കുറവ് കൊണ്ട് എന്നെ സൈന്യത്തിൽ ചേർക്കാൻ ആരും തയ്യാറായില്ല. പക്ഷേ ഈശോയ്ക്ക് വേണ്ടി ജീവൻ നൽകാനും അങ്ങനെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം തരണമെന്ന എന്റെ അപേക്ഷ ഓട്ടുവിൽ അവർ സ്വീകരിച്ചു. അങ്ങനെ ഞാൻ സൈന്യത്തിന്റെ ഫ്ലാഗ് ഹോൾഡറായി. ഗാഡലൂപ്പ മാതാവിന്റെ ചിത്രമുള്ള പതാകയും കുരിശും പിടിച്ച് വിവാ ക്രിസ്റ്റോറെ മുദ്രാവാക്യങ്ങൾ മുറുക്കി ഞാൻ യുദ്ധത്തിനിറങ്ങി. പക്ഷേ ശത്രുക്കൾ എന്നെ പിടികൂടി ജയിലിലടിച്ചു. ഒറ്റ കാര്യമേ അവർ എന്റെ മുമ്പിൽ വെച്ചല്ലോ, ക്രിസ്തുവിനെ നിഷേധിക്കുക. എന്നാ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനത് ഒരിക്കലും പറയില്ല. ഞാൻ ഒരിക്കലും എന്റെ ക്രിസ്തു രാജനെ തള്ളി പറയില്ല. എന്റെ മുമ്പിൽ വെച്ച് കൂടിയുള്ളവരെ അവരെ കൊലപ്പെടുത്തി ഇനി നമ്മൾക്ക് സ്വർഗത്തെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ ധൈര്യപ്പെടുത്തി. ജയിലിൽ വെച്ച് എന്നും ചെവവാല ജോലി പ്രാർത്ഥിച്ചു. എന്റെ സഹനമോട്ട് സങ്കടപ്പെട്ട എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും സ്വർഗം നേടാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെട്ടാൻ അനുവദിക്കല്ലേ. ഒടുവിൽ ഭരണകൂടം എന്റെ ഉള്ളം കാലിൽ കത്തിക്കൊണ്ട് വരഞ്ഞ് മുറിവുകളുണ്ടാക്കി. അപ്പോഴും ഞാൻ വിളിച്ചു പറഞ്ഞു, വിവാ ക്രിസ്റ്റോറെ. ശേഷം സെമിത്തേരിക്ക് കൊണ്ടുപോയി ചെൽമാല കയ്യിൽ പിടിച്ച് നഗ്നപാതനായി ക്രിസ്തു രാജൻ നീനാൽ വാഴട്ടെ ഇന്ന് ഒടുക്കെ വിളിച്ച് തോക്കിന് മുമ്പിലൂടെ നടന്ന ഞാൻ മുറിവുകളിൽ നിന്നും ഒഴുകിയറിഞ്ഞ എന്റെ രക്തം കൊണ്ട് സെമിത്തേരിയുടെ മണ്ണിൽ കുരിശു രൂപം വരച്ചു. വിവാ ക്രിസ്റ്റോറെ എന്ന് വീണ്ടും ഒടുവത്തെ കൊണ്ടുവന്ന എന്നെ വെടിവെച്ചു കൊന്നു. ലോക സന്തോഷത്തിന് വേണ്ടി ദൈവത്തോട് ഞാൻ പറയാത്തെ, ലോകത്തിൽ കാണുന്നതെല്ലാം വേഗം കടന്നു പോകും താ. അത് കഴിഞ്ഞുള്ള നിത്യമായ ജീവിതം യേശു രാജാവിന്റെ കൂടെ ആകുക എന്നതാ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. വിവാ ക്രിസ്റ്റോറെ.